ടു സാലം ലേണിംഗ്. ദിസ് ഇസ് മുഹമ്മദ് ഷാജോ. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഡിസ്കോഴ്സസ് ഉണ്ട് അല്ലെ, സ്പീച്ച്, ഇമെയിൽ, അനൗൺസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെ എന്തൊക്കെ ഫോർമാറ്റുകളാണുള്ളത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. സോ ആദ്യം തന്നെ നമുക്ക് സ്പീച്ചിലേക്ക് വരാം. 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലെ സ്പീച്ച് എന്ന് പറയുന്നത്. 8 or 6 ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യത്തെ എക്സാമിനേഷൻ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം 3 L's ഓഫ് എംപവർമെന്റ് എന്നും ഒരു സ്പീച്ച് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണെന്ന്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ചില കോമൺ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാം. ശേഷം നമുക്ക് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഐ ആം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. ശേഷം ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് യു ഓൺ ദ ടോപ്പിക്. എന്താണോ ടോപ്പിക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും അത്. പിന്നെ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ. അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സമയത്ത്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞ ഒരു അവസാനിപ്പിക്കൽ. അപ്പോൾ തുടക്കം വേണം, ഒരു അവസാനിപ്പിക്കൽ വേണം. നമ്മൾ തുടക്കത്തിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ പോലെ അവസാനിപ്പിക്കുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ്. ഇതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആൻസർ ഒരു കംപ്ലീറ്റ് രീതിയിലേക്ക് വരിക. അപ്പൊ അതിനെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ കൊടുക്കാമെന്ന് നോക്കാം. ഒന്ന്, ഞാൻ പറയുന്നു, സ്റ്റാർട്ട് യുവർ സ്പീച്ച് വിത്ത് എ ക്വസ്റ്റ്യൻ ഓർ എ കോട്ട്. നിങ്ങളുടെ സ്പീച്ച് എപ്പോഴും ഗുഡ് മോർണിംഗിൽ തുടങ്ങാതെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, അതൊരു ആൻസർ വേണ്ടുന്ന ചോദ്യമാണെന്നൊന്നുമില്ല. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആവാം. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഇസ് യുവർ നെയിം, അതന്നെ ഒരു മറുപടി ഉണ്ട് അല്ലെ. പക്ഷെ അങ്ങനെയല്ല, ഉത്തരം വേണ്ടാത്ത നമുക്കതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങനെ പോകാം. ആളുകളെ ചിന്തിപ്പിക്കുന്ന തരത്തിലൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമസ് കോട്ട്, പ്രോവർബ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം. ട്രൈ ടു കണക്ട് ദ ക്വസ്റ്റ്യൻ ടു ഓർ ദ കോട്ട് വിത്ത് ടോപ്പിക്. എന്നിട്ട് ആ ക്വസ്റ്റ്യനെ നിങ്ങൾ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ പ്രോവർബിനെ, കോട്ടിനെ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ സ്പീച്ചിന്റെ ടോപ്പിക്കില്ലേ അതുമായിട്ട് കണക്ട് ചെയ്യുക. ദെൻ ഇൻട്രൊഡ്യൂസ് യുവർ നെയിം ആൻഡ് ടോപ്പിക്. എന്നിട്ട് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. സ്പീച്ച് എപ്പോഴും അട്രാക്റ്റീവ് ആക്കുന്നത് നമ്മൾ ഹൗ വി പ്രസന്റ് ആണ്. ആദ്യം നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ കഥ എല്ലാവർക്കും വേറെ ഇഷ്ടമാണ് അല്ലെ. ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിഗ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലണ്ടർ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വലിയൊരു ബ്ലണ്ടർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ കേൾക്കാൻ തുടങ്ങിക്കും, എന്താണ് ബ്ലണ്ടർ. അപ്പൊ ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് സ്പീച്ച് തുടങ്ങാം. അതിലേറ്റവും ഒരു അക്കാഡമിക് ലെവലിൽ ഒരു ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എഴുതുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന 2 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്ന്, ഒരു കോട്ടിൽ തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടോ പ്രോവർബ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് 2-3 കോട്ടുകൾ ഞാൻ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഉപയോഗിക്കാം. A strong woman stands up for herself. A stronger woman stands up for everyone else. Okay, അതൊരു കോട്ടാണ്. നെക്സ്റ്റ്, എംപവർമെന്റ് ഇസ് നോട്ട് എ ട്രെൻഡ്, ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും വിമനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. സോ അടിപൊളിയാക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇമാജിൻ ദാറ്റ് യുവർ റെസിഡൻസ് അസോസിയേഷൻ ഇസ് ഓർഗനൈസിംഗ് എ celebration on Women's Day. Okay, as the secretary of the youth wing club of the association, you are asked to deliver a speech on the role of women in the family and society. Draft a speech in the light of your reading of the 3 L's of empowerment and any woman. ഈ 2 ചാപ്റ്റേഴ്സും കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്പീച്ച് തയ്യാറാക്കേണ്ടത്. ഇത് നമുക്ക് എളുപ്പമാണ്, കാരണം 2 ചാപ്റ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ. അപ്പൊ 2 ചാപ്റ്ററേയും കണക്ട് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഇഷ്ടംപോലെ പോയിന്റ്സ് നമുക്ക് പറയാനുണ്ടാവും. ആ ഫ്രെയിം വർക്കിലേക്ക് അതിനെ മാറ്റുക, എന്നിട്ട് ഒന്ന് അടിപൊളിയായിട്ട് എഴുതുക. സ്റ്റാൻഡ് അപ്പ് ഫോർ വുമൻ, ഇറ്റ് ഇസ് എ വുമൻസ് ഡേ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കും. എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ വൺ ആൻഡ് ഓൾ ടു എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ് നമുക്ക് ഇത് പറയാം. ടു ഓൾ ഓഫ് യു, ദെൻ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ്, ഹോണറബിൾ ഗസ്റ്റ് and my fellow students, I am indeed feeling honored to speak before you. As all of you know, today, March 8, is the International Women's Day all over the world. The day is observed to ensure that women have an equal share in the development activities. In many parts of the world, women are still considered second-class citizens. ഒരു ജനറൽ കാര്യമാണത്.
ഇത് ജനറൽ കാര്യമാണ്, ചാപ്റ്ററിലേക്ക് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാം, ചാപ്റ്ററിലേക്ക് കൊണ്ടുവരാം. അതുപോലെ 3 Ls ഓഫ് എംപവർമെന്റിനെ കുറിച്ച് പറയാം, അതിൽ 3 Ls എന്തൊക്കെയാണെന്ന് പറയാം. ശേഷം നിങ്ങൾക്ക് എനി വുമണിന്റെ ഹാർഡ്ഷിപ്സ് ഓഫ് വുമണിനെ പറ്റി പറയാം, അല്ലെങ്കിൽ വിത്തൗട്ട് വുമൺ, അല്ലെങ്കിൽ വിത്തൗട്ട് മാം, അല്ലെ മദർ, എന്താണ് വീട്ടിലെ അവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എത്ര പാരഗ്രാഫ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിൽ നിങ്ങൾക്ക് ലൈഫ് എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഇപ്പൊ കൽപ്പന ചൗള പോലെയുള്ള, ഇന്ദിരാഗാന്ധി പോലെയുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം, മേരി കോം പോലെയുള്ള, നമുക്ക് ഒരുപാട് ആളുകളെ അറിയാമല്ലോ അല്ലെ. അത്തരത്തിലുള്ള ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, സ്പീച്ചിന്റെ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോയാൽ അടിപൊളിയായിരിക്കും. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമപ്പ് ചെയ്തിട്ട് ചെറിയൊരു ആളുകൾ ഉറപ്പിക്കണം, യെസ് ഇയാൾ പറഞ്ഞത് ശരിയാണ്. അവസാനം നമുക്ക് വിഷ് യു ഓൾ ദ സക്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ലെൻഡിങ് യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് താങ്ക് യു കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ അത്രയാണ് ഒരു സ്പീച്ച്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ. ഇമെയിൽ എല്ലാവർക്കും അറിയാം. ഇമെയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോക്സ് വരയ്ക്കേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ഹൊറിസോണ്ടലി 3 വരകൾ നമ്മൾ വരച്ചിട്ട് അതിന് ഏറ്റവും മേലെ 2 അഡ്രസ് ആണ് എഴുതേണ്ടത്. 2 അഡ്രസ് എഴുതുമ്പോൾ ഇമെയിൽ ഐ ഡി ആണ് നമ്മൾ എഴുതേണ്ടത്. ഇമെയിൽ ഐ ഡിക്ക് ശേഷം നമ്മൾ CC എന്നൊരു കോളം ബ്ലാങ്ക് ആക്കി ഇടുക. ശേഷം നമ്മൾ അതിന് ശേഷം താഴെ സബ്ജക്ട് എഴുതുക. ക്വസ്റ്റ്യൻ നോക്കിയ സബ്ജക്ട് വേഗം നമുക്ക് മനസ്സിലാവും. ബാക്കി നമ്മൾ ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ് തന്നെയാണ് ഏകദേശം നമ്മൾ ഫോളോ ചെയ്യുക. ചില പ്രശ്നങ്ങളും ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നോക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The Nature Club of your school has decided to conduct a seminar on disaster prevention. Okay, as the secretary of the club, you are asked to invite a distinguished environmentalist, draft a detailed email to send him. ഇതാണ് ചോദ്യം. അപ്പൊ ഒരു പരിപാടിക്ക് ഒരാളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പൊ എന്താ നമ്മൾ പറയാ, ഓക്കെ, ആദ്യം തന്നെ ഇതുപോലെ ഒരു ബോക്സ് വരച്ചു. അതിനകത്ത് നമ്മൾ 2 എന്ന് എഴുതി, ആളുടെ ഇമെയിൽ ഐ ഡി എഴുതി, CC എന്ന കോളം നമ്മൾ ബ്ലാങ്ക് ആക്കി വിട്ടു. സബ്ജക്റ്റിൽ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചത്, സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ അതല്ലേ, അപ്പൊ അത് നമ്മൾ അതുപോലെ എഴുതി വെച്ചു. ശേഷം ഒരു ലെറ്റർ നോക്കുന്ന പോലെ തന്നെ, സർ ദ നേച്ചർ ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഇൻ അവർ സ്കൂൾ ഓൺ മൺഡേ എന്ന ഡേറ്റ് കൃത്യമായിട്ട് പറയാം. അതുപോലെ തന്നെ ആളെ ഇൻവൈറ്റ് ചെയ്യുക, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു സെമിനാർ. ശേഷം താഴെ താങ്കിങ് യു സെക്രട്ടറി നേച്ചർ ക്ലബ്, പരിപാടി പറ്റി പൂട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇമെയിൽ എഴുതുമ്പോൾ. നെക്സ്റ്റ് വൺ ഇസ് ആൻ ഇന്റർവ്യൂ. എന്തൊക്കെയാണ് ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഇന്റർവ്യൂ, അല്ലെങ്കിൽ ആരോട് ചോദിക്കുകയാണെങ്കിലും ഇപ്പൊ നമുക്ക് 2 രീതിയിലാണ് വരിക. ഒന്ന് ഒരു നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരാൾ എന്ന് വെച്ചാൽ ചാപ്റ്ററിലൊന്നും ഇല്ലാത്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു പേഴ്സണാലിറ്റീനെ ഇന്റർവ്യൂ ചെയ്യണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്ററിലുള്ള ഏതെങ്കിലും കഥാപാത്രത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഥറെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു സമയം പറയാം. ക്വസ്റ്റ്യൻ ഷുഡ് ബി റെലവെന്റ് ടു ദ ടോപ്പിക്. ടോപ്പിക്കിലേക്ക് വളരെയധികം വിരൽ ചൂണ്ടുന്ന ചോദ്യങ്ങളായിരിക്കണം നമ്മൾ, എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുണ്ടാവണം. വെറുതെ എവിടെയെങ്കിലും കാട് കയറിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവരുത്. ആ പേഴ്സണോട് കറക്റ്റ് ആയിട്ടുള്ള, ആ ടോപ്പിക്കിനോട് റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അൺബയാസ്ഡ്. ഓക്കെ, അത് കൃത്യമായിരിക്കണം ചോദ്യങ്ങൾ എപ്പോഴും. ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓപ്പൺ എൻഡഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ വിത്ത് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ് ലൈക്ക് വാട്ട്, വിച്ച്, വേർ, ഹൗ മെനി, ഹൗ മച്ച് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളില്ലേ. എന്ന് വെച്ചാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാലോ. ഞാൻ വേഗം ചോദ്യങ്ങൾ വായിക്കാം, നിങ്ങൾ 5-6 ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഒരു ഫേമസ് പേഴ്സണെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ? ആരോട് ചോദിക്കാം. അതിനൊക്കെ തുടക്കം വന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണത്. ഓക്കെ, അത് നിങ്ങൾ ചോദ്യത്തിന്റെ എണ്ണത്തിൽ കൂട്ടണ്ട. എന്ന് വെച്ചാൽ നമുക്ക് 6 മാർക്കിന് 6 ചോദ്യം എഴുതണം അല്ലെ, അല്ലെങ്കിൽ 6 മാർക്കിന് ചോദ്യം ഉത്തരവാണെങ്കിൽ 3 ചോദ്യവും 3 ഉത്തരവും. അപ്പൊ അതിൽ നിങ്ങൾ ഇത് ഒരു തുടക്കം എന്ന രീതിയിൽ, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ചോദിച്ചാൽ മതി. അതിന് നിങ്ങൾ എണ്ണത്തിൽ കൂട്ടണ്ട. എന്നാ തുടക്കം, അതേപോലെ തന്നെ അവസാനിപ്പിക്കലുണ്ടാവണം. താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കണം. അപ്പൊ അതുപോലെ വുഡ് യു മൈൻഡ് സ്പീക്കിംഗ് സംടൈം വിത്ത് മീ? വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ്? എന്താണ് നിങ്ങളെ ഈ ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഹു ഈസ് യുവർ റോൾ മോഡൽ? യു മൈറ്റ് ഹാവ് ഫേസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഫെയിലിയേഴ്സ് ഇൻ യുവർ ലൈഫ്. ഹൗ ഡു യു ഓവർകം ഫെയിലിയേഴ്സ്? നല്ല ചോദ്യമാണ്. ഓക്കെ, ക്യാൻ യു പ്ലീസ് ടെൽ us about the awards you have won so far? What are your future plans? What advice would you like to give to the present generation? What prompted you to select this field? How did you overcome crisis and failures in life? അങ്ങനെ അവസാനം, what is your greatest professional achievement? Thank you for spending your valuable time with us എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അതാണ് ഇന്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ് ആണ്. എന്താ കാര്യങ്ങളാണ് നമ്മൾ അനൗൺസ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ബിഫോർ മേക്കിംഗ് എൻ അനൗൺസ്മെന്റ് വി ഷുഡ് തിങ്ക് ഓഫ് ദ ടോപ്പിക്. നമ്മൾ ചാടിക്കയറി എഴുതാതെ ആദ്യം ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കണം. കീപ് യുവർ ഫോക്കസ് നാരോ ഓൺ ടു ദ പോയിന്റ്. അനൗൺസ്മെന്റിൽ കൃത്യമായിരിക്കും നമ്മൾ കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ
പരന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ടൂ മെനി ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആളുകൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്താണോ ഇനം, എന്താണോ പരിപാടി അവിടെ നടക്കുന്നത് മാത്രം എന്ത് ചെയ്താൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്, അതല്ലേ നമുക്ക് ഇഷ്ടം അല്ലേ. യൂസ് ഷോർട്ട് സെന്റൻസസ്. ഓക്കെ, കൺസിഡർ യുവർ ഓഡിയൻസ്. നമ്മളെ ഓഡിയൻസിനെ എപ്പോഴും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം സംസാരിക്കുന്നത്. ഗ്രാബ് യുവർ ഓഡിയൻസ് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ഈ സാധനമില്ലേ, അതിങ്ങനെ എപ്പോഴും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹൈലൈറ്റ് ദ മേജർ ആൻഡ് മൈനർ പോയിന്റ്സ് ദാറ്റ് യു വാണ്ട് ടു മേക്ക്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ വേഗം കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, യു ആർ വെൽക്കം ടു ദ ടോംസ്കിൻ സ്ക്വയർ പാർക്ക് ഓഫ് ദ ഡിവിഷൻ ഫൈനൽസ്. ഓർമ്മയുണ്ടല്ലോ അല്ലെ, നമ്മുടെ ഈ ചാപ്റ്റർ ഏതാണെന്ന് ഓർമ്മയുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു വിവരണമാണ്. ആദ്യത്തെ ചുവന്ന മഷിയിൽ കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. യു ആർ വെൽക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, യു ആർ വെൽക്കം ടു ദ ടോംസ്കിൻ സ്ക്വയർ പാർക്ക് ഓഫ് ദ ഡിവിഷൻ ഫൈനൽസ്. വി ഹാവ് ഫൈൻ വെദർ ആൻഡ് ഐ അഷ്യൂർ യു ദാറ്റ് you will have an exciting time here. You have already seen some earlier bouts means fights. Okay, this is going to be the bout of the day എന്ന് പറഞ്ഞ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ശേഷം the moment you have been anxiously waiting for the fight, the moment you have been anxiously waiting for has finally come. ദാ നിങ്ങൾ കാത്തിരുന്ന ആ സമയം ദാ എത്തിയിരിക്കുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിയൻസിനെ ഇങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന പരിപാടി. ഓക്കെ, you two fine young Praetorian fighters are ready to fight. On my left is Felix Vargas and he weighs 134 pounds. On my right is his rival Antonio Cruz. He weighs 133 pounds. എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ആളുകളെ give Felix and Antonio a big round of applause. They are going to thrill you in the coming moments. Felix, are you ready? Antonio, are you ready? The referee will blow the whistle now and to start the bouts. As in any bout, may the better man win എന്ന് പറഞ്ഞാൽ ഇതൊരു മോഡൽ മാത്രമാണ്. ഇതുപോലെയല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് പല രീതിയിലും ഇതിനെ മാറ്റി മറിക്കാം. അതുപോലെ ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. ചെറിയൊരു എന്താ പറയുക, ഇതിനകത്ത് ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഡിയർ ഫ്രണ്ട്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹിയർ ഇസ് എ സ്പെഷ്യൽ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ആർ ഗോയിങ് ടു സ്റ്റേജ് എ സ്പെഷ്യൽ ഇവന്റ്. ചിലപ്പോൾ ചോദ്യം അങ്ങനെയായിരിക്കും, സ്റ്റേജ് ഇവന്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു, അപ്പോൾ അതിന് അനൗൺസ്മെന്റിൽ അതാണ് നമ്മൾ പറയുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റേജ് എ സ്പെഷ്യൽ ഇവന്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇറ്റ് ഇസ് എ സ്കിറ്റ് ഓർ എ പ്ലേ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എ ഗുഡ് മെസ്സേജ്. ദ ക്യാരക്ടേഴ്സ് ആർ ഷുവർ ഇറ്റ് വിൽ ക്യാപ്ചർ യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്. വാച്ച് ആൻഡ് എൻജോയ്. താങ്ക് യു. ഈ ഒരു രീതിയും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. എല്ലാപ്പോഴും നമ്മുടെ ടോംസ്കിൻ സ്ക്വയർ അമീഗോ ബ്രദേഴ്സിന്റെ പോലത്തെ ക്വസ്റ്റൻസ് ആവില്ല. അതിനാണെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ. അപ്പോൾ ആർ ഓഫ് ട്രൂത്ത് ആണ് നമ്മൾ പറഞ്ഞത് സ്റ്റേജ് ചെയ്യാൻ. അപ്പോൾ അതിന്റെ ഒരു അനൗൺസ്മെന്റിലാണ് ഈ ഒരു ഭാഗം വരിക. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും റൈറ്റ് അപ്പ്, ലെറ്റർ, അനൗൺസ്മെന്റ്, ഡിബേറ്റ്, ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ക്യാരക്ടർ സ്കെച്ച്, ബ്ലോഗ്, ഓക്കെ, ഇത്രയുണ്ട് നമുക്ക് ഡിസ്കോഴ്സ് പഠിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് എഡിറ്റിംഗ് ഉണ്ട്, കോസിറ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ട് സ്പീച്ച് ഒക്കെ ഇഫ് ക്ലോസും എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മളെ പ്ലസ് ടുവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുക്കണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ. അതിന് വേണ്ടിയിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. മെഗാ മാരത്തോണിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്ന് കൃത്യം 7 മണിക്ക് എല്ലാവരും ലൈവിൽ വരിക. നമുക്ക് അടിപൊളിയായിട്ട് ചാപ്റ്ററിന്റെ സമ്മറീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ഡിസ്കോഴ്സും ഗ്രാമറും ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സീ യു ദേർ ഇൻ ദി ലൈവ്.